ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ബോട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബോട്ടി നല്ല റെഡിക്ക് വൃത്തിയാക്കി നമ്മൾ എടുത്താണ് കേട്ടോ. അത്രയ്ക്ക് മീനാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിന് ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് കറുകപ്പെട്ട, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇത് ചേർക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ചെറിയുള്ളി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി എത്ര ചേർത്താലും നല്ലതാണ് കേട്ടോ. എന്നിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യമുള്ള എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി, ഗരം മസാല, മീറ്റ് മസാല, പിന്നെ കുരുമുളക് പൊടി നന്നായിട്ട് ഇതിൽ ചേർക്കണം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ നോക്കണം. ആദ്യം കുറച്ച് ചേർത്ത് നോക്കുക. അതിനുശേഷം കറി നമ്മൾ മിക്സ് ആക്കുന്ന ടൈമിൽ ഒന്നുകൂടെ നോക്കുക. എന്നിട്ട് കുരുമുളക് പൊടി കുറവുണ്ടെങ്കിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതിൽ കുരുമുളകിൻ്റെ ഫ്ലേവർ കൂടുതൽ മുന്നോട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ മസാലയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബോട്ടിയുടെ സ്റ്റോക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ്. അതിനുശേഷം നമ്മൾ അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള ബോട്ടി വേവിച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് നമ്മൾ വേവിക്കുകയാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുരുമുളക് പൊടി. പിന്നെ മീറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറവുള്ള സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നാലും ഈ മീറ്റ് മസാലയൊക്കെ വാങ്ങാറാകുമ്പോഴത്തേക്കും കുറച്ചിട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗരം മസാല, മീറ്റ് മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി അല്പം ഇങ്ങനെ പച്ചയോട് കൂടി ഇട്ട് കൊടുക്കുന്നത് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് വരുന്നു. അപ്പോൾ ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുത്തത്. നന്നായിട്ട് വരട്ടി എടുക്കാം നമുക്ക്. പക്ഷേ കപ്പയാണ് കോമ്പിനേഷനായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഗ്രേവി ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാൻ. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ട് എടുത്തത്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി മോളും കൂടെ ഡാൻസ് ചെയ്യുന്നത്. ആ വീഡിയോയ്ക്ക് ഏകദേശം ഒരു 6 ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട്. 6000-ഓളം ലൈക്ക് ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.